സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഏറ്റവും കൂടുതലും ഇന്ത്യക്കാര് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പേരുണ്ട്. NRIs ഏറ്റവും കൂടുതലുള്ളത് അറേബ്യൻ കൺട്രീസിലാണ്. തീർച്ചയായും അവരെല്ലാം ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ പ്രൊഡക്ഷൻസ് എല്ലാം അവിടെ കഴിയുമ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനുള്ളതാണ്. അപ്പം നമ്മൾ ഈ നാട്ടിലേക്ക് വരുന്ന ഈ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. നാട്ടിലേക്ക് വരുന്നവർക്ക് വേണ്ടി സർക്കാർ പുതിയ പുതിയ സ്കീമുകൾ കൊണ്ടുവരുന്നു എന്നൊക്കെ കരുതി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നാട്ടിലേക്ക് വരുന്ന NRI ആയിട്ടുള്ള ആളുകൾക്ക് എന്തെല്ലാം സ്കീമുകളാണുള്ളത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല്, കേരളം എന്ന് അറിയിക്കുന്നതിൻ്റെ ഒരു വലിയ പങ്ക് NRI ആൾക്കാർ വഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കൊണ്ടുവരുന്നത് NRI ആണ്. ബാങ്കുകളുടെ ഒരു മെയിൻ ഇത് NRI ഫണ്ട്സാണ്. അവർ തിരിച്ചെടുക്കുമെങ്കിൽ തന്നെയും അത് NRIയുടെ ഒരു ഫണ്ട്സാണ്. അപ്പോൾ NRIകൾക്ക് അവരെ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്യുന്ന കുറേയധികം പറ്റുന്ന അബദ്ധങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NRI ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് വിസ അടിച്ച് വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യേണ്ടത് ഒന്നിലധികം ബാങ്കുകളിൽ 2 ബാങ്കുകളിൽ ഇവർക്ക് NRI അക്കൗണ്ട് തുടങ്ങാം. അതും ആരോ സംശയം ചോദിച്ചിരുന്നു. NRI എത്രയും പെട്ടെന്ന് NRI അക്കൗണ്ട് തുടങ്ങാം. എങ്കിലും കൂടുതൽ അത് ട്രാൻസാക്ഷൻ ചെയ്യേണ്ട മിനിമം ബാലൻസ് ഒക്കെ വേണ്ട. മിനിമം 2 ബാങ്കിൽ തുടങ്ങുക. അപ്പോൾ എപ്പോഴും സാധാരണ ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഒരാൾ ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളാണ്, പുള്ളി NRI പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി കിട്ടി പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർക്കുടനെ തന്നെ ഒരു ബാങ്കിൻ്റെ NRI ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. NRI ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് പറയും, നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പാസ്പോർട്ട്, വിസയുടെ കോപ്പി, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ചില കേസിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു ഏജൻസിയുടെ ഒപ്പ് വേണ്ടി വരും. അതുകൂടാണ്ട് അവിടെ നിന്നുള്ള ഒരു DD, ഫോറിൻ കറൻസി. NRIയിൽ എപ്പോഴും ഫോറിൻ കറൻസിയെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് അടയ്ക്കാൻ പറ്റുക, ഇന്ത്യൻ റുപ്പി അടയ്ക്കാൻ പറ്റുക. അപ്പോൾ അവിടെ നിന്നുള്ളൊരു DD, അവിടുത്തെ ഈ എക്സ്ചേഞ്ചുകളുണ്ട്, എക്സ്ചേഞ്ച് കമ്പനികളിൽ നിന്ന് ഇതിന് വേണ്ട മിനിമം 1000 രൂപ, അങ്ങനെയൊക്കെ ഓരോ ബാങ്കിന് വ്യത്യാസമുണ്ട്. നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങാൻ പറയും. അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ NRIയുടെ വിദേശത്ത് പോയി എത്ര മാസം കഴിഞ്ഞതിന് ശേഷമാണ് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെയില്ല, വിദേശത്ത് പോയി ഉടനെ തന്നെ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അവർക്ക് ആദ്യത്തെ ശമ്പളം വരുമ്പോൾ തന്നെ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷെ ഒരു NRI സ്റ്റാറ്റസ് കിട്ടാനായിട്ട് 6 മാസം അവിടെ നിൽക്കണമെന്നുണ്ട്. അപ്പോൾ എപ്പോഴും അവർ 1 വർഷത്തെ പെർമിറ്റ്, അവിടെ നമ്മുടെ ഇവിടത്തെ പോലെ സ്ഥിരം ജോലി ഇല്ലല്ലോ, ഒരു വർഷത്തെ ഇതിന് പോകും. അത് വെച്ചിട്ട് 30-40 വർഷം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഒരു പെർമിറ്റ് വെച്ച് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൊഡക്ടിവിറ്റി, ഇവർ അധ്വാനശീലരാണെങ്കിൽ ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കും. എത്ര നാൾ അധ്വാനിക്കാൻ കഴിയും അത് പിടിച്ചു നിൽക്കാം. അപ്പം പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോണിന് വന്നു, ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി, കിട്ടുന്ന ശമ്പളത്തിൻ്റെ 50% ബാങ്കിലെ അക്കൗണ്ടുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഇവർക്ക് ATM കാർഡൊക്കെ കിട്ടും കേട്ടോ, അതൊക്കെ ഉണ്ട്, അവർക്ക് ഉപയോഗിക്കാം. അവരുടെ ട്രാൻസാക്ഷൻ എന്താണോ അത് നോക്കിയിട്ട് മാത്രമേ ബാങ്കുകൾക്ക് ഒരു ഹൗസിംഗ് ലോണോ വെഹിക്കിൾ ലോണോ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പലരുടെയും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഇവർ വീട്ടുകാരുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഈ മണി ട്രാൻസ്ഫർ ഏജൻസീസ് വഴിക്ക് അയക്കുമ്പോഴത്തേക്കും ബാങ്കുകൾക്ക് ഇവരുടെ സാമ്പത്തിക സ്രോതസ് ഉണ്ട്, പക്ഷേ അത് വിലയിരുത്താനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവിടുത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കും. അതുകൂടാണ്ട് അവിടെ ജോലി സ്ഥലത്തെ സാലറി സർട്ടിഫിക്കറ്റ് അതൊക്കെ വേണം. പക്ഷേ ബാങ്കുകളിൽ ഇത് മാസം തോറും ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നടപടിക്രമം എളുപ്പമാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവർ അവിടെ പെൻഷനൊന്നുമില്ല, അവിടെ ജോലി ചെയ്ത് ഇവർക്ക് കഴിവില്ലാണ്ട് വരുമ്പോൾ ഇവിടെ വരണം. വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. മിക്കവരും കിട്ടിയ കാശിന് ഒരു നല്ല അടിപൊളി വീടൊക്കെ വയ്ക്കും അല്ലേ, പിന്നെ ഇവിടെ വന്ന് ജീവിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം എപ്പോഴും ഈ വിദേശത്ത് പോകുന്നതിൽ 80% ആൾക്കാർ സ്കിൽഡ് ആൾക്കാരാണ്. അവർ മെക്കാനിക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്നവരായിരിക്കും, AC റിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, എന്തെങ്കിലും അവർ സ്കിൽഡ് ലേബേഴ്സാണ് അവിടെ പോകുന്നത്. അപൂർവ ആൾക്കാർ മാത്രമേ അല്ലാണ്ട് ക്ലറിക്കൽ വർക്കിന് പോകുന്നുള്ളൂ. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്തെ എന്ത് കാര്യവും നമ്മുടെ ഇവിടുത്തെ കാലം ഇപ്പോൾ അതുപോലെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ വിദേശത്തെ പണ്ടത്തെ ഒരു ടേപ്പ് റിക്കാർഡർ, റേഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്വാളിറ്റി കൂടുതലാണെന്നാണ്. ഇപ്പം അത് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ വണ്ടികൾ അതെല്ലാം റിപ്പയർ ചെയ്യാനൊക്കെ സാമർഥ്യം, അത്രയും പ്രാവീണ്യം നേടിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവരൊരു സ്വയം തൊഴിൽ തുടങ്ങുമ്പോൾ ബാങ്കുകൾക്ക് എപ്പോഴും ഇവരെ സഹായിക്കാൻ പറ്റും. അതുകൂടാണ്ട് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ, കോവിഡിൻ്റെ സമയത്ത് കുറേ പേര് തിരിച്ചു വന്നപ്പോൾ നോർക്ക, ഇവിടെ കേരളത്തിലെ ഏജൻസി അവർ തന്നെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്താണോ പ്രവൃത്തി പരിചയമുള്ളത് അതനുസരിച്ച് നോർക്ക തന്നെ
അപേക്ഷ അവരുടെ വഴിക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു, ബാങ്കുകളിൽ അയച്ചിട്ട് ഇവർക്ക് ലോൺ കിട്ടാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോഴും ബാങ്ക് നോക്കുന്നത് ഇവരൊരു എക്സിസ്റ്റിംഗ് കസ്റ്റമറാണ്, നമ്മളുമായിട്ട് ഡീലിങ്സ് കറക്റ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. മനസ്സിലായി? അപ്പൊ NRIക്കാർക്ക് ട്രാൻസാക്ഷൻസ് കൃത്യമാണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ NRIക്കാർ തീർച്ചയായിട്ടും ബാങ്ക് വഴിക്ക് 1-2 ബാങ്കുകൾ വഴിക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് നടത്തുക. അതുപോലെ തന്നെ പാസ്പോർട്ട് പുതുക്കുമ്പോൾ ബാങ്കുകൾ സബ്മിറ്റ് ചെയ്യുക. NRIക്കാർ ഓരോ 3 വർഷം അവരുടെ KYC അപ്ഡേറ്റ് ചെയ്യണം. സാധാരണ ആൾക്കാരാണെങ്കിൽ 10 വർഷത്തിലേക്ക് ചെയ്താൽ മതി. NRI എന്ന് പറഞ്ഞാൽ മീഡിയം റിസ്കി വരും. ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറി കുറച്ച് പേരുണ്ട്, അവർ വർഷം തോറും KYC അപ്ഡേറ്റ് ചെയ്യണം. മീഡിയം റിസ്ക് 3 വർഷത്തേക്ക് അവരുടെ ഫോട്ടോ കൊടുക്കണം, അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അതപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, KYC അപ്ഡേറ്റ് ചെയ്യുക. നാട്ടിൽ വരുമ്പോഴത്തേക്കും പോയി ഫോട്ടോ കൊടുക്കുക. പിന്നെ ഈ പാസ്പോർട്ട് ഇതൊക്കെ മാറുമ്പോൾ ബാങ്കുകളിലേക്ക് അത് അയച്ചു കൊടുക്കുക. കഴിയാവുന്ന സ്പീഡ് പോസ്റ്റ് അത് വെച്ച് അയച്ചു കൊടുക്കുക. ട്രാൻസാക്ഷൻ ബാങ്ക് മുഖാന്തരം നടത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ബാങ്ക് നല്ലൊരു ഫിനാൻഷ്യൽ പാർട്ണറായിരിക്കും. പ്രത്യേകിച്ച് ഒരു വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ കഴിയാവുന്നതും അവരുടെ ട്രാൻസാക്ഷൻ ബാങ്ക് വഴിക്ക് നടത്തുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് വരുന്നത് ഒന്നെങ്കിൽ വീട് വെക്കാനായിരിക്കും, അല്ലെങ്കിൽ വീട് വെച്ച് ഒന്ന് നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കും. നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമാണ് ഈ എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാനൊക്കെ. അവർ തീർച്ചയായിട്ടും തുടങ്ങണം. കാര്യം എന്താണെന്നറിയാം, അവർക്ക് ഇപ്പം നിസ്സാരം പറയട്ടെ, ഇപ്പോൾ വിദേശത്ത് നിന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ എറണാകുളത്തെ തന്നെ ഈ അറേബ്യൻ കൺട്രീസിൽ നിന്ന് കുറേ പേര് ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട് ഇല്ലേ? ഇവിടുത്തെ പ്രസിദ്ധമായ ഹോസ്പിറ്റലിലൊക്കെ വരുന്നുണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ NRI ആൾക്കാർക്ക് ബന്ധങ്ങളുണ്ട്. ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടെ വീട്ടിൽ ഒരു റൂം പേയിങ് ഗസ്റ്റ് ആക്കാൻ പാടില്ലേ? ഇല്ലേ? ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ സാധാരണ അതല്ല, AC എല്ലാ ഫർണിഷ്ഡ് ആയിട്ട് പേയിങ് ഗസ്റ്റ് ആക്കിയാൽ അവിടെ നിന്ന് വരുന്ന കാണാം. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ടൂറിസമാണ്. ഈ ടൂറിസത്തിനെ ഉപയോഗപ്പെടുത്താൻ ഈ ഫോറിൻ റിട്ടേൺസിന് സാധിക്കും. കാര്യം അവർക്ക് അവിടെ കുറേ കോണ്ടാക്ട്സ് ഉണ്ട്. ഈ അറബികളൊക്കെ ഒന്ന് കേരളത്തിൽ വരാനായിട്ട് ഇഷ്ടപ്പെടും. 2, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മസ്ജിദാണ് ചേരവ മസ്ജിദ്, കൊടുങ്ങല്ലൂർ. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവർക്കൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം അറബികൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ജോലി ചെയ്യുന്നു. അവർ 1-2 മാസം എല്ലാ വർഷവും അമേരിക്ക, ബ്രിട്ടൻ അവിടെയൊക്കെ ചെലവാക്കുന്നവരാണ്. ഇവരെ 5 വർഷത്തിലൊരിക്കൽ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ NRIക്കാർക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. അതെ, കാര്യം അവരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഇവർക്കറിയാം. മനസ്സിലായി? കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം, ഇവ വള്ളംകളി ആകട്ടെ എന്തും ആകട്ടെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതിയും വളരും. കേരളം അന്താരാഷ്ട്ര ബ്രാൻഡാവും. നമുക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കൊളങ്കര സാറ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നിസ്സാരം വെള്ളം വിൽക്കാനുള്ള ചാൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ വെള്ളം വെറുതെ അറബിക്കടലിൽ കളയുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അനുഭവ സമ്പത്ത് വെച്ച് പറയാം. വളരെയധികം ചാൻസ് ഉണ്ട് NRIക്കാർക്ക് രാഷ്ട്രത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ ടൂറിസം രംഗത്ത് അവർക്ക് കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, വ്യക്തിപരമായിട്ട് നടത്താം. ഇപ്പോൾ ചില ഏജൻസികളുണ്ട്, ഇപ്പോൾ Airbnb എന്നൊക്കെ പറഞ്ഞ് കുറച്ചുണ്ട്. ഇവരെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വീടുണ്ടെന്ന് വെച്ചാൽ വീടിൻ്റെ മുകളിലത്തെ നില വെറുതെ കിടക്കുകയാണ്. അവരുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള വീടുകൾ, പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത്, ലോഡ്ജ് എടുക്കാണ്ട് അവിടെ വന്ന് ഒരാഴ്ച താമസിക്കുന്ന കുറേ നോർത്ത് ഇന്ത്യയെന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. Airbnb എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഒരിതാണ്. ഈ ഓയോ അങ്ങനത്തെ പോലെയാണ്. അവർ വന്ന് നിൽക്കുക. അവർക്ക് എന്താ വെച്ചാൽ ഫർണിഷ്ഡ് ആയിരിക്കണം, എല്ലാ സൗകര്യങ്ങളും വേണം. ഒരു വീട് പോലെ വന്ന് നിന്നിട്ട് അവർക്ക് കുക്കിംഗ് അതൊക്കെ ചെയ്ത് ഇതൊക്കെ ഈ NRIക്കാർക്ക് നോക്കാവുന്ന. അവരെപ്പോഴും ഒരു മിനിമം 2 നില, ഒരു 1500-2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിരിക്കും ഒരു 50% NRIക്കാർ വെക്കുന്നത്. ഗ്രാമങ്ങളിൽ വെച്ചാൽ പോലും ഈ ഒരു സിനിമയുണ്ടല്ലോ, ഗ്രാമങ്ങളിൽ ചെന്ന രാപ്പാർക്കാന്ന്, എത്രയോ പേര് Airbnb എന്ന് ഞാനൊരു ഏജൻസിയുടെ പേര് പറയുന്നതാണ്. അങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താമസിക്കാനായിട്ട് ഇപ്പോൾ കുമ്പളങ്ങിലൊക്കെ ഒരുമാതിരി എല്ലാ വീടുകളിലും ഹോം സ്റ്റേ ഉണ്ട്, ഫോർട്ട് കൊച്ചി ഹോം സ്റ്റേ ഉണ്ട്. ഈ NRIക്കാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നോക്കേണ്ടത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ ലൈസൻസ് വാങ്ങിക്കണോ അവർ വാങ്ങിച്ചിരിക്കണം. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് വലിയ തലത്തിലുണ്ട്. ഇതിന് സഹായിക്കാൻ ബാങ്കുകൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാര്യം ബാങ്കുകൾ സഹായിക്കാൻ NRIക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ സർക്കാരിന് ചെയ്തു കൊടുക്കാൻ കഴിയും. സർക്കാരിന് ചെയ്തു കൊടുക്കാൻ, സർക്കാരിന്റെ പ്രതീക്ഷ, സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് സർക്കാർ. നമ്മൾ ടാക്സ് കൊടുക്കാൻ റെഡി അല്ലെങ്കിൽ സർക്കാർ എങ്ങനെ തിരിച്ചു തരും? നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ബാങ്കുകൾ കുറഞ്ഞ പലിശയ്ക്ക് അവർക്ക് ഇത് തരാൻ പറ്റും. ഒരു വീടിന്റെ റൂം ഫർണിഷ് ചെയ്യണം, അതെന്തോ ആവട്ടെ, കുറച്ച് പേഴ്സണൽ ലോൺ ആണെങ്കിലും എടുത്തിട്ട് 10-50,000 രൂപ എടുത്തിട്ട് ഒരു NRIക്കാരൻ ചോദിച്ചത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള അവരുടെ അക്കൗണ്ടുള്ള ബാങ്കുകളിൽ തരും, തിരിച്ച് എമൗണ്ട് വരും. ഈ
30 ദിവസത്തിൽ 15 ദിവസത്തേക്കാണ് ആൾ അവിടെ താമസിക്കുന്നതെങ്കിലും മിനിമം ഒരു 50,000 60,000 രൂപ കിട്ടും. തീർച്ചയായിട്ടും NRIക്കാർക്ക് അവരുടെ ജീവിതത്തിലും ഈ സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരുടെ അനുഭവ സമ്പത്ത് ഒരു ഘടകമാണ്. അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ബാങ്കുകൾ തീർച്ചയായിട്ടും സഹായിക്കും, ഒന്നല്ലെങ്കിൽ വേറൊരു ബാങ്ക്. ഇത് ഡിപ്പെൻസ് ആണ്. കാര്യം ഏത് ലോണുകൾ കൊടുക്കുമ്പോഴും ഓരോ മാനേജേഴ്സും എടുക്കുന്ന റിസ്ക് ഉണ്ട്. ചിലർ റിസ്ക് എടുക്കും, ചിലർ ഇതിൻ്റെ തലവേദന എടുത്ത് വയ്ക്കുന്നു എന്നൊക്കെ ചിലർ വിചാരിക്കും. പക്ഷേ നല്ല ലോണുകൾ കൊടുത്ത് ഇത് ചെയ്യുന്ന ഇവർക്ക് കുറേ സ്കീമുകളുണ്ട്, പല ബാങ്കുകളിലും ഉണ്ട്. വന്ന് ചോദിക്കുമ്പോഴായിരിക്കും അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോയി ആദ്യം കിട്ടുന്ന സാലറി തൊട്ട് ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നോക്കേണ്ടത് NRIയിൽ ഫോറിൻ കറൻസി മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. അതിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് NRI ഇതാണ് എന്താണ് SB അക്കൗണ്ട് പോലെയാണ്. അവർക്ക് NRI FD ഇടാം, ഒരു തുക കഴിഞ്ഞ് അവർക്ക് NRI FD ഇടാം. അതുപോലെ തന്നെ ഇന്ത്യൻ മണിയിൽ അവർ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ NRO അല്ലെങ്കിൽ ONR എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്. അതിലാണ് ഇന്ത്യൻ മണിയിൽ അവർക്ക് ട്രാൻസാക്ഷൻ നടത്തുക. സാധാരണ SB അക്കൗണ്ട് അല്ല. NRI ആയ സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ എപ്പോഴും NRO ONR അക്കൗണ്ടാണ്. ഇതിനകത്ത് NRI അക്കൗണ്ടിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുകയില്ല. പിന്നെ അത് ചെയ്യാവുന്ന വേറൊരു NRI അക്കൗണ്ട് ഉള്ള ആൾക്ക് പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് NRI അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസാക്ഷൻ നടത്തും, അല്ലെങ്കിൽ പുള്ളിയുടെ NRI അക്കൗണ്ടിൻ്റെ ചെക്ക് കൊടുക്കുക. NRI ട്രാൻസാക്ഷൻ ഫോറിൻ മണി, ഫോറിൻ കറൻസി, ഇന്ത്യൻ കറൻസിയാണ് കാണിക്കുന്നതെങ്കിലും ഫോറിൻ മണിയാണ് അതിൽ റെമിറ്റൻസ് വരുന്നത്, വിഡ്രോവൽ വരുന്നത് ഇന്ത്യൻ മണിയിലാണ്.